റഷ്യ-യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള ചർച്ചകൾക്കായി അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സൗദി അറേബ്യയിലേക്ക് തിരിച്ചിട്ടുണ്ട്. സൗദി കിരീടാവകാശിയുമായി നടത്തിയ ചർച്ചകൾ ഫലപ്രദമാണെന്നാണ് യുക്രൈൻ പ്രസിഡന്റ് സെലൻസ്കി പറഞ്ഞത്. മണിക്കൂറുകൾക്ക് മുൻപാണ് അദ്ദേഹം വിമാനം കയറിയിരിക്കുന്നത്. സൈനിക വിമാനത്തിലാണ് സൗദിയിലേക്ക് പോയിരിക്കുന്നതും. യുക്രൈൻ യുദ്ധം അവസാനിപ്പിക്കാനുള്ള തീവ്ര ശ്രമങ്ങൾ ഇപ്പോൾ സൗദിയിൽ ആരംഭിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. ചർച്ചകൾക്കായിട്ടാണ് യു.എസ്. സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ സൗദിയിലേക്ക് യാത്ര തിരിച്ചത്. യുദ്ധം അവസാനിപ്പിക്കുവാൻ യുക്രൈൻ എന്ത് വിട്ടുവീഴ്ചകളും ചെയ്യാൻ സാധിക്കുമെന്നാണ് അമേരിക്കയ്ക്ക് അറിയേണ്ടതെന്നാണ് യാത്ര തിരിക്കും മുൻപ് മാധ്യമങ്ങളോട് സംസാരിക്കവേ മാർക്കോ റൂബിയോ പറഞ്ഞത്. യുക്രൈനെ സംബന്ധിച്ച് ജിദ്ദയിൽ നടക്കുന്ന ചർച്ചകൾ വളരെ നിർണായകമായിരിക്കും. കാരണം ട്രംപുമായുള്ള സെലൻസ്കിയുടെ വൈറ്റ് ഹൌസ് ചർച്ച അലസിപ്പിരിഞ്ഞതിനെ തുടർന്ന് കടുത്ത നടപടികൾ അമേരിക്ക യുക്രൈനെതിരെ എടുത്തിരുന്നു. യുക്രൈനുള്ള സൈനിക സഹായം അമേരിക്ക പിൻവലിക്കുകയും ചെയ്തു. നിർണായകമായ ഇന്റലിജൻസ് വിവരങ്ങൾ നൽകുന്നത് കഴിഞ്ഞ ദിവസം നിർത്തുകയും ചെയ്തു. ഇതിൽ മാറ്റം വരണമെങ്കിൽ ജിദ്ദയിൽ നടക്കുന്ന ചർച്ചകളിൽ യുക്രൈന്റെ ഭാഗത്തുനിന്നും യുദ്ധം അവസാനിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകണമെന്നാണ് മാർക്കോ റൂബിയോ മണിക്കൂറുകൾക്ക് മുൻപ് പറഞ്ഞിരിക്കുന്നത്. അതേസമയം സൗദി രാജകുമാരനുമായിട്ട് ഇന്നലെ യുദ്ധം അവസാനിപ്പിക്കുന്നതിന്റെ ഭാഗമായി നടത്തിയ ചർച്ചകളൊക്കെ വളരെ ഫലപ്രദമായിരുന്നുവെന്ന് യുക്രൈൻ പ്രസിഡന്റ് അവരുടെ ഓഫീസിൽ അറിയിക്കുകയുണ്ടായി. ഈ ചർച്ചകൾ പ്രധാനമായിട്ടും റഷ്യയുമായുള്ള ഒരു സമാധാന ഒത്തുതീർപ്പിൽ യുക്രൈന് ഭാവിയിലുള്ള സുരക്ഷാ ഉറപ്പുകളിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചിട്ടുള്ളതായിരുന്നു എന്നാണ് സെലൻസ്കി പറയുന്നത്. ഇതൊക്കെ തുടർന്ന് നടക്കുന്ന ചർച്ചകളിൽ പ്രായോഗികമായ ഫലം പ്രതീക്ഷിക്കുന്നതായിട്ടും സെലൻസ്കി പറയുകയുണ്ടായി. മാത്രമല്ല, ട്രംപിന്റെ നികുതി പ്രഖ്യാപനങ്ങൾക്ക് ശേഷം അമേരിക്കയുടെ ഓഹരി വിപണി കുത്തനെ താഴ്ന്നുവെന്ന വാർത്തകളും പുറത്തുവരുന്നുണ്ട്. ഇതുവരെ കണ്ടിട്ടില്ലാത്ത വലിയ തകർച്ചയാണ് അമേരിക്കൻ ഓഹരി വിപണിയിൽ കാണുവാൻ സാധിക്കുന്നത്. ട്രംപിന്റെ പുതിയ നികുതി പ്രഖ്യാപനങ്ങൾ സാമ്പത്തിക മാന്ദ്യത്തിന് ഇടയാക്കുമെന്നുള്ള ആശങ്ക പരക്കെയുണ്ട്. ഓഹരി വിപണിയിൽ അത് പ്രതിഫലിക്കുകയും ചെയ്തു. 2022 ശേഷം ഉണ്ടാകുന്ന ഏറ്റവും വലിയ പ്രതിദിന നഷ്ടമാണ് ഇന്ന് രേഖപ്പെടുത്തിയിരിക്കുന്നത്. സെയിൽസ് എല്ലാം അവസാനിക്കുമ്പോൾ നാസ്ഡാക്ക് ഏതാണ്ട് 4% ഇടിവാണ് കാണിച്ചത്. അതുപോലെ S&P 500 സൂചികയിൽ 2.7% ഇടിവും, അതുപോലെ ഡോ ജോൺസ് 2.1% ഇടിഞ്ഞു. ടെസ്ല ഓഹരികളിലും വലിയ ഇടിവ് സംഭവിച്ചിട്ടുണ്ട്. 15.4 ടെസ്ലയുടെ ഓഹരികളിൽ സംഭവിച്ച ഇടിവ്. അതുപോലെ ചിപ്പ് നിർമ്മാതാക്കൾ NVIDIAയിൽ 5% ഇടിവ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. തന്നെയുമല്ല, ഈ പ്രധാന ടെക് കമ്പനികൾ മെറ്റ, ആൽഫബറ്റ്, ആമസോൺ എന്നിവയുടെയെല്ലാം ഓഹരി ഇടിഞ്ഞിരിക്കുകയാണ്. ഡൊണാൾഡ് ട്രംപ് ഫോക്സ് ന്യൂസുമായി നടത്തിയ ഒരു അഭിമുഖത്തിൽ സാമ്പത്തിക മാന്ദ്യത്തിനുള്ള സാഹചര്യമുണ്ടോ എന്ന ചോദ്യത്തിന് വ്യക്തമായൊരു ഉത്തരം നൽകുകയോ അല്ലെങ്കിൽ തള്ളിക്കളയുകയോ ചെയ്യുന്നതാണ് ഈ വിപണിയിൽ ഇത്രയും വലിയ ആശങ്കയ്ക്ക് ഇടയാക്കിയത്. ഒരു സർക്കാർ മാറി വരുമ്പോൾ മറ്റൊരു സർക്കാർ വരുന്ന ട്രാൻസിഷൻ പീരിയഡിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ടെന്നാണ് അഭിമുഖത്തിൽ ഡൊണാൾഡ് ട്രംപ് പറഞ്ഞത്.